മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ നിരന്തരം പറയാറുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ യൂട്യൂബിലെ സന്ദേശങ്ങളിൽ പറയാറുള്ള കാര്യങ്ങൾ, അതെല്ലാം കുറേ സംഘടനകളിലെ പ്രവർത്തകര്, പ്രത്യേകിച്ച് നിർമുക്ത എന്ന സംഘടനയിലെ പ്രവർത്തകര് അതിലെ ഓരോ വാക്കുകളും എടുത്ത് അവഹേളനാത്മകമായ പദങ്ങൾ ഉപയോഗിച്ച് പേജ് കണക്കിന് ഗവേഷണം നടത്തി ഈ പ്രബന്ധം എല്ലാം അവതരിപ്പിക്കാറുണ്ട്. ധാരാളം വ്യക്തികൾ എനിക്കത് അയച്ച്, നിങ്ങൾ വിഷമിക്കരുത്, ദുഃഖിക്കരുത്, ഇങ്ങനെ നിങ്ങൾക്കെതിരെ പ്രചരിക്കുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ ലിങ്ക് അയച്ചു തരാറുണ്ട്. എനിക്ക് വളരെ സന്തോഷം തോന്നാറുണ്ട്. അതെല്ലാം കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുള്ളത് നരേന്ദ്രമോദിയെയാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയെയാണ്. ഗുജറാത്തില് മുസ്ലിങ്ങളെ നരഹത്യ നടത്തി എന്ന് പറഞ്ഞ് ആ മനുഷ്യനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കി. അപ്പോ അതേപോലെ ഗോപാലകൃഷ്ണൻ എന്ന ചെറിയ മനുഷ്യനെ കുറേ പേര് അറിയുന്ന വ്യക്തിയാക്കി തീർത്തത് ഇതുപോലെ നിർമുക്ത എന്നൊക്കെ പറയുന്ന സംഘടനയിലെ പ്രവർത്തകരാണ്. ഞാൻ എല്ലാവരോടും മറുപടി ആയിട്ട് പറയാറുണ്ട്, നിർമുക്തയിലെ കുറേ പയ്യന്മാര് ജീവിതം മുഴുവനും ഗോപാലകൃഷ്ണൻ പറയുന്നതിനെ എതിർക്കാൻ വേണ്ടി ചെലവഴിച്ച് അത് ബ്ലോഗിൽ എഴുതി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ അതാണ് നിലനിൽക്കേണ്ടതെങ്കിൽ അത് നിലനിൽക്കും. അല്ല, ഗോപാലകൃഷ്ണൻ പറഞ്ഞതാണ് നിലനിൽക്കേണ്ടതെങ്കിൽ അത് നിലനിൽക്കും. ശരിക്ക് ജോസഫ് എടമറുക് ഞാനുമായിട്ട് നല്ല രീതിയിൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിനെ കാണുമ്പോൾ ഞങ്ങൾ കുറേ നേരം സംസാരിക്കാറുണ്ട്. ഒരിക്കൽ ഇന്ത്യ വിഷനില് ഈ ശബരിമല ജ്യോതിഷിനെ കുറിച്ച്, മകരവിളക്കിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി. ഒരിക്കൽ അദ്ദേഹം എന്നോട് ഡൽഹിയിൽ വെച്ച് പറഞ്ഞു, ഗോപാലകൃഷ്ണൻ, ഞാൻ നിന്റെ സായിബാബയുടെ അടുത്തേക്ക് പോയി അല്ല. ഞാൻ പറഞ്ഞു, നിന്റെ സായിബാബയുടെ എന്ന് പറയല്ലേ, എനിക്കങ്ങനെ ഒരു സായിബാബയൊന്നുമില്ല. അല്ല, ഞാൻ അവിടെ ചെന്നു, അയാളുടെ മുറിയിൽ ചെന്നു. അപ്പൊ അയാൾ ഇങ്ങനെ കാണിച്ച് എനിക്ക് ലഡ്ഡു ഉണ്ടാക്കി തന്നു. ഞാനും ഇങ്ങനെ കാണിച്ച് ലഡ്ഡു ഉണ്ടാക്കി കൊടുത്തു എന്ന് ആരാധ്യനായ ജോസഫ് എടമറുക് പറഞ്ഞു. ഞാനൊരു 10 സെക്കൻഡ് ഒന്നും വേണ്ടിയില്ല. അപ്പൊ ജോസഫ് എടമറുക് സാർ എന്നോട് പറഞ്ഞു, താൻ എന്താടോ ഒന്നും പറയാത്തെ? ഞാൻ വെറുതെ ഒരു ചോദ്യം അങ്ങയോട് ചോദിച്ചോട്ടെ എന്ന് പറഞ്ഞ് ഞാനൊരു വരി ചോദിച്ചു. സായിബാബയുടെ 80ാം ജന്മവാർഷികത്തിന് ദ വീക്ക് എന്ന വാരിക, ഇംഗ്ലീഷ് വാരിക പ്രസിദ്ധീകരിച്ച കണക്കനുസരിച്ച് അപ്രാവശ്യം ആ വാരികയുടെ കവർ സ്റ്റോറിയും അത് തന്നെയായിരുന്നു. കവർ സ്റ്റോറിയിലെ കവറിൽ കൊടുത്തിരിക്കുന്ന ചിത്രം ലഡ്ഡുവിന്റെ ചിത്രമായിരുന്നു. കോടിക്കണക്കിന് ലഡ്ഡു എന്ന് പറയുന്നതായിരിക്കും, ലക്ഷക്കണക്കിന് ലഡ്ഡു എന്ന് പറയുന്നതായിരിക്കും ശരി. എന്നിട്ട് അതിൽ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, സായിബാബയുടെ 80ാം ജന്മവാർഷികത്തിന് 1 കോടി ലഡ്ഡു ഉണ്ടാക്കി, വന്നവർക്കെല്ലാം 1 ലഡ്ഡു കൊടുത്തു, ബാക്കി പാത്രത്തിൽ 1 ലഡ്ഡുവും ഇല്ല എന്ന് ദ വീക്ക് എന്ന മാഗസിൻ, മലയാള മനോരമയുടെ പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അത് എടമറുക് സാറ് കണ്ടോ ചോദിച്ചു. ഞാൻ കണ്ടാലും കണ്ടില്ലെങ്കിൽ നീ പറയാനുള്ളത് പറയാം എന്നെന്നോട് പറഞ്ഞു. അപ്പോ ഒരു വ്യക്തി പോലും ക്ഷണിക്കാതെയാണ് ഏതാണ്ട് 60 ലക്ഷം വിദേശികളും 40 ലക്ഷം സ്വദേശികളും സായിബാബയുടെ 80ാം ജന്മവാർഷികത്തിന് അവിടെ എത്തി അത് ആഘോഷിച്ചത്. ലോകം അറിയപ്പെടുന്ന യുക്തിവാദിയായ അങ്ങയുടെ ജന്മദിനത്തിന് ഇതുമാതിരി 1 കോടി ലഡ്ഡു ഉണ്ടാക്കിയാൽ പാത്രത്തിൽ എത്ര ബാക്കി വരും എന്നൊന്ന് വെറുതെ ചിന്തിച്ചു നോക്കാൻ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു. അദ്ദേഹം മറുപടി പറഞ്ഞത്, നീ അപ്പോഴും എന്നെ വെച്ചു അല്ലേ എന്നായിരുന്നു. ഞാൻ ജോസഫ് എടമറുകിനോട് പറഞ്ഞു, എടമറുക് സാറേ, ഇന്ന് മനുഷ്യരാശിക്ക് വേണ്ടത് അവരുടെ ജീവിതത്തിലെ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനമാണ്. ആ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം തരുന്ന എന്തും അവർക്ക് അന്ധവിശ്വാസമല്ല, സാറിനത് അന്ധവിശ്വാസമാണ്.
ഞാൻ ഒരു മരുന്ന് എൻ്റെ വയറ്റുവേദനയ്ക്ക് കഴിച്ചാൽ ഒരു ആയുർവേദക്കാരൻ പറയും ആ മരുന്ന് കഴിക്കുന്ന ഡേഞ്ചറസ് ആണ്, ഹോമിയോപ്പതിക്കാരൻ പറയും ചിലപ്പോൾ ആ മരുന്ന് തന്നെ നല്ലതല്ല എന്ന്. ഹോമിയോപ്പതിയെ കുറിച്ച് വേറൊരു ഡോക്ടർ MBBS MD പഠിച്ച ഡോക്ടർ പറയും അത് സയൻസേ അല്ല. MBBS MD പഠിച്ച വേറൊരു ഡോക്ടർ പറയും ആയുർവേദം എന്ന് പറയുന്നത് അല്ല പിഴിച്ചിലിനും ഒടിവിനും ചതവിനും ഒക്കെ പറ്റുന്നല്ലാണ്ട് ചികിത്സയ്ക്ക് പറ്റില്ല പറയും. ഇതൊക്കെ അവരവരുടെ അഭിപ്രായമാണ്. അതിൽ ശരിയുണ്ടാവാം, തെറ്റുണ്ടാവാം, കുറവുകൾ ഉണ്ടാവാം, കൂടുതലുകൾ ഉണ്ടാവാം. അതുപോലെ ജോസഫ് എടമുറിക്ക് സാറേ, നന്മ ചെയ്യുന്ന വ്യക്തികളുടെ നന്മകൾ കണ്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ അങ്ങ് ശ്രമിക്കണം. അല്ലാണ്ട് കണ്ണുമടച്ച് മനസ്സുമടച്ച് ഉറക്കം പറയുന്നവനും ഒടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനുമാണ് ശരി എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ചാൽ അങ്ങയെ സമൂഹം അംഗീകരിക്കില്ല. സമൂഹം അംഗീകരിക്കാതെ ഒരു വ്യക്തിക്കും വേണ്ടാതെ ഒരു യുക്തിവാദി സംഘടന ഉണ്ടാക്കിയിട്ട് അതിന്റെ പ്രസിഡന്റായിട്ടിരുന്നിട്ട് എന്താ കാര്യം? അല്ല, പ്രസിദ്ധനായിട്ടുള്ള ഇംഗ്ലീഷ് മഹാകവി ടെന്നിസൺ ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യ പേര് ഓർമ്മയില്ല. അദ്ദേഹം ഒരു കപ്പല് തകർന്ന് കടലിൽ വീണപ്പോ നീന്തി 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 ഒരു ഐലൻഡിൽ ചെന്ന് പെട്ടു അത്രേ. ആ ഐലൻഡിൽ ചെന്ന് പെട്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. കാരണം അവിടെ മനുഷ്യരാരുമില്ല. അത് കാരണം തന്നെ വെല്ലുവിളിക്കാൻ ആ ഐലൻഡിൽ ആരുമില്ല. താൻ ആ ഐലൻഡിന്റെ രാജാവാണ്, കിങ്ങാണ്, എല്ലാമായിട്ട് വാണരുളണം എന്ന് ആ മനുഷ്യന് തോന്നി അത്രേ. ആ ഐലൻഡിലൂടെ നടന്നപ്പോ 1-2 ദിവസം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് തോന്നി തുടങ്ങി, ഒരു മനുഷ്യനും തന്നെ വിലയിരുത്താനും അംഗീകരിക്കാനും ഇല്ലാത്ത ഒരു ഐലൻഡില് ഞാനൊരു രാജാവായിട്ടിരുന്നിട്ട് എന്താ കാര്യം? ഈ പട്ടികളുടെയും പൂച്ചകളുടെയും സിംഹത്തിന്റെയും കരടിയുടെയും കടുവയുടെയും എല്ലാം പാമ്പിന്റെയും എല്ലാം നേതാവായിട്ട് രാജാവായിട്ടിരുന്നു കഴിഞ്ഞാൽ അവയ്ക്ക് ഞാൻ ആരാണെന്ന് പോലും അറിയില്ല, ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പോലും അറിയില്ല. അങ്ങനെ ഒരു ഐലൻഡിലെ രാജാവാകുന്നതിനേക്കാൾ നല്ലത് മരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് തോന്നിയത്രേ. ജോസഫ് എടമുറിക്ക് സാറേ, അങ്ങയോട് ഞാൻ പറയുന്നു, സമൂഹം തിരിഞ്ഞുപോലും നോക്കാത്ത വിരലിൽ എണ്ണാവുന്ന കുറേ യുക്തിവാദികള് മെമ്പർഷിപ്പും പിരിച്ചുകൊണ്ട് ഈ നാടിന് കുറച്ചെങ്കിലും അഭിമാനമുണ്ടാക്കുന്ന ചില വർക്കുകളെങ്കിലും ചെയ്യുന്നവരെ വെല്ലുവിളിക്കുകയും അവഹേളിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന നിർമുക്ത എന്ന സംഘടനയ്ക്ക് ഉൾപ്പെടെയാണ് പറയുന്നത്. അങ്ങനെ പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന നിങ്ങള് എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ പറയുന്നതാണ് ശരിയെങ്കിൽ സമൂഹം അത് മുഴുവൻ അംഗീകരിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ കുറെ ആൾക്കാരുണ്ടെങ്കിൽ അത് ശരിയാ. യുക്തിവാദിയായ വിശ്വനാഥൻ സാറ് പറഞ്ഞൊരു വരി ഒരാളെ എനിക്ക് അയച്ചു തരികയുണ്ടായി. ഗോപാലകൃഷ്ണന്റെ പ്രഭാഷണം കേൾക്കാൻ ആയിരക്കണക്കിന് ആൾക്കാർ വരുന്നു, നമ്മളുടെ പ്രഭാഷണം കേൾക്കാൻ 10-15 പേരെ വരുന്നുള്ളൂ എന്ന്. എന്താ കാരണമെന്ന് കൂടി വിശ്വനാഥൻ സാറ് ചിന്തിക്കണം. ഒരു ചരട് ഒരു കുട്ടിയുടെ കയ്യിൽ കെട്ടുന്നത് അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാൽ ജനങ്ങൾ സ്വീകരിക്കില്ല. ആ ചരട് ആ കുട്ടിയുടെ കയ്യിൽ കെട്ടുന്നത് വർക്ക് ചെയ്യും. അത് പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദന്റെ സാറിന്റെ കയ്യിൽ കെട്ടിയാൽ അത് വർക്ക് ചെയ്യില്ല. അങ്ങനെ ഒന്ന് തിരിച്ചു പറഞ്ഞു കൊടുത്തിരുന്നുവെങ്കിൽ ഗണപതി ഹോമത്തില് ചകിരി കത്തുമ്പോൾ ഉണ്ടാകുന്ന സൾഫർ ഡയോക്സൈഡും നാളികേരം കത്തുമ്പോൾ ഉണ്ടാകുന്ന പൈറസീൻസും അതുപോലെ തന്നെ ചിരട്ട കത്തുമ്പോൾ ഉണ്ടാകുന്ന ഫീനോളും പുകയുടെ കൂട്ടത്തിൽ വീട്ടിൽ മുഴുവനും സ്പ്രെഡ് ചെയ്താൽ ആ വീട്ടിനകത്ത് രോഗാണുക്കൾ ഉണ്ടാവില്ല. അതാണ് ഗണപതി ഹോമത്തിന്റെ പ്രയോഗം. പുതിയ വീട്ടിൽ ഗണപതി ഹോമം നടത്തണം എന്ന് പറയുന്നത് അതാണ്. അല്ലാതെ തുമ്പിക്കൈയും ആനയുടെ തലയുമുള്ള ഒരു ദൈവം അവിടെ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ധരിക്കുന്നതിനേക്കാൾ ശാസ്ത്രമാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ ഗോപാലകൃഷ്ണന്റെ സദസ്സിൽ വരുന്നതിനേക്കാൾ കൂടുതൽ ആൾക്കാർ നിങ്ങളുടെ സദസ്സിൽ വരുമായിരുന്നു. പക്ഷേ ഇവിടെ ജനിച്ചത് തന്നെ രാവണന്മാരെ പോലെയും കംസന്മാരെ പോലെയും നിഷേധിക്കാനും പുച്ഛിക്കാനും കൊല്ലാനും ചാവാനും ഒക്കെയാണ്. അപ്പൊ പിന്നെ എങ്ങനെയാ വളരുക? ഈ നാട്ടകം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരാൾ പറയുകയുണ്ടായി, ഞങ്ങളുടെ ഒരു സംഘടനയുണ്ട്, പടവലങ്ങ മാതിരി താഴ്ത്തേക്കാണ് അത് വളരുന്നതെന്ന്. അത് തന്നെയാ കേരളത്തിലെ യുക്തിവാദികളുടെയും അവസ്ഥ. അത് താഴത്തേക്ക് വളരുന്നില്ല, താഴത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ അവിടെ ഇരുന്നുകൊണ്ട് കുറേ പേര് ഒച്ചയെടുത്താല് ജനതയ്ക്ക് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധിയുണ്ട്.
അതുകൊണ്ട് നിരാകരിക്കേണ്ടതിനെ അവർ നിരാകരിക്കും, സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കുമെന്നുള്ളതിന് തെളിവാണ് ശബരിമലയിലെ മകരജ്യോതിസ് അതിനെതിരെ എത്രയാ ആക്രോശിച്ചത്. എന്നിട്ട് എന്തായി? മകരവിളക്കിന് ആൾക്കാർ പോവാറില്ലേ? എന്നിട്ട് എത്ര യുക്തിവാദികൾ ഇപ്പൊ മാറിയിട്ടുണ്ട്, എത്ര CPM-കാർ മാറിയിട്ടുണ്ട്, എത്ര ഇടതുപക്ഷക്കാരിപ്പോ ഈ ധർമ്മത്തിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. എന്താ ഇതിന് കാരണം? നിലനിൽക്കേണ്ടതിനെ പ്രകൃതി നിർത്തും, അല്ലാത്തതിനെ തൂത്തുവാരിക്കളയും. ഇത് ഞാൻ പറഞ്ഞത് മാത്രമല്ല, ജോൺ എന്ന വ്യക്തി യൂട്യൂബില് എന്റെ പ്രഭാഷണത്തെ എതിർത്തുകൊണ്ട് ചിലരെ എഴുതിയതിനും ജോൺ എന്ന് പറഞ്ഞ വ്യക്തി കൊടുത്തൊരു മറുപടി കൂടി ഇവിടെ വായിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. ആനന്ദു ശശിധരൻ എന്ന് പറഞ്ഞ ആൾ ഒരു കമന്റ് എഴുതിയിരുന്നു. ആ കമന്റിന് മറുപടിയായിട്ടാണ് ഈ ജോൺ എന്ന് പറഞ്ഞ വ്യക്തി മറുപടി കൊടുത്തത്. ശ്രീ ആനന്ദു ശശിധർ, താങ്കൾ പറഞ്ഞിരിക്കുന്ന വീഡിയോ ഞാൻ കണ്ടു. അതിന്റെ താഴെ ഞാനൊരു കമന്റ് കൊടുത്തിട്ടുണ്ട്. താങ്കൾ പറഞ്ഞിരിക്കുന്ന വീഡിയോ ഞാൻ കണ്ടു എന്ന് പറയുന്നത് വിശ്വനാഥൻ എന്ന ഒരു യുക്തിവാദി ഞാൻ പറഞ്ഞിരിക്കുന്ന പ്രഭാഷണത്തിലെ ഒരു വരി മാത്രം കട്ട് ചെയ്തെടുത്ത് അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ആ വീഡിയോയിൽ നിർമുക്തയിലെ വേറൊരു വരി കൂടിയുണ്ട്. ഗോപാലകൃഷ്ണന്റെ യോജന ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്ന യോജനയാണെന്ന്. ശരിയാ മോനെ, യോജന എന്നല്ല, കേരളീയമായ എല്ലാ അളവുകളും ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കുന്നതാ. മോനറിയോ, പണ്ടത്തെ കാലത്ത് ഈ ഭൂമി അളന്നു കൊടുക്കുന്നതിന് മുളയാണ് ഉപയോഗിച്ചിരുന്നത്. ആ മുള ഉപയോഗിക്കുമ്പോ ആ മുള എല്ലാ സ്ഥലത്തും ഒരു മുളയല്ല, അതിന്റെ നീളം വ്യത്യാസമുണ്ട്. ഭൂമി അളന്ന് വിൽക്കുമ്പോ മുള ഉപയോഗിച്ച് അളക്കുമ്പോ ആ മുളയുടെ നീളത്തിലെ വ്യത്യാസം അനുസരിച്ച് ലാൻഡിന്റെ അളവ് മാറും. അതുപോലെ എന്റെ മോൻ നോക്കുക, അങ്കുലം എന്ന വാക്കിന്റെ അർത്ഥം മോതിരവിരലിന്റെ ഡയമീറ്ററാണ്. അങ്കുലം എന്ന് പറഞ്ഞാൽ മോതിരവിരലിന്റെ ഡയമീറ്റർ. അതെല്ലാവരിലും ഒന്നല്ല മോനെ, അത് മാറിക്കൊണ്ടിരിക്കും. ഹസ്തം എന്ന് പറയുന്നത് പെരുവിരലിന്റെ മുകൾ മുതൽക്ക് ഈ വരെയാണ്, ഈ പോയിന്റ് വരെയാണ് ഒരു ഹസ്തം. അപ്പോ നര ഷി യോജന ഗഹസ്തോ നരഹ. ഗഹസ്തം എന്ന് വെച്ച് കഴിഞ്ഞാല് 4 ഇൻറ്റു ഈ അളവ്, അതാണ് ഒരു മനുഷ്യന്റെ ഹൈറ്റ്. മനുഷ്യന്റെ ഹൈറ്റ് മാറില്ലേ? എല്ലാവർക്കും ഒരു ഹൈറ്റാ. ഉമ്മൻചാണ്ടിയുടെ ഹൈറ്റ്, അച്യുതാനന്ദന്റെ ഹൈറ്റ്, മോരാജഗോപാലിന്റെ ഹൈറ്റ് വ്യത്യാസമില്ലേ? അപ്പൊ അളവിൽ വ്യത്യാസമുണ്ട്. ഗോപാലകൃഷ്ണന്റെ യോജനയിൽ വ്യത്യാസമുണ്ടെന്ന് പറയുന്ന ഗോപാലകൃഷ്ണന്റെ അപ്പൂപ്പൻ ഉണ്ടാക്കിയതല്ല യോജന. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നിനക്ക് തരേണ്ടിയിരുന്നത് നിന്നെ വളർത്തിയവരായിരുന്നു. അത് നിനക്ക് തന്നില്ല. നിന്റെ ജന്മം തന്നെ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ളവരുടെ ജന്മം തന്നെ ഏതിനൊക്കെയോ പ്രതിഷേധിക്കാനും എതിർക്കാനും പുച്ഛിക്കാനും അവഹേളിക്കാനും ആയപ്പോ അത് ചെയ്തവരായിരുന്നു ചിലര്. ഇന്ന് ലോകത്തിൽ ഇല്ലാതെ പോയവരും 1 കോടി ലഡുവിനെതിരെ പ്രതികരിച്ച വ്യക്തിയും അങ്ങേരുടെ മകനുമെല്ലാം, അവരൊക്കെ ഇപ്പൊ സമൂഹം എങ്ങനെ കാണുന്നു എന്ന് കൂടി നോക്കുക. അതുപോലെ വിശ്വനാഥൻ പറഞ്ഞ ഒരു കമന്റും കൂടി നോക്കുക. ഇന്നത്തെ അവസ്ഥയാണ് വിശ്വനാഥൻ പറഞ്ഞത്, നാളത്തെ അവസ്ഥ ആർക്കും അറിഞ്ഞുകൂടാ. നമ്മളുടെ പ്രഭാഷണം കേൾക്കാൻ 10-15 പേരേ വരുന്നുള്ളൂ. ഗോപാലകൃഷ്ണന്റെ പ്രഭാഷണം കേൾക്കാൻ അതിൽ കൂടുതൽ വരുന്നുണ്ടെന്ന് പറയാൻ കാരണം ഉണ്ടാവുമായിരിക്കും ഇല്ലേ? അല്ലെങ്കിൽ പ്രഭാഷണം കേൾക്കാൻ എല്ലാവരും വരേണ്ടതല്ലേ? ആ കമന്റിന്, അത് ആനന്ദു ശശിധർ എഴുതിയതിന് ഈ ജോൺ മറുപടി കൊടുത്തത് അതിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നു. അതായത് വിശ്വനാഥൻ സാറിന്റെ കമന്റിന്റെ ചുവട്ടിൽ കൊടുത്ത കമന്റ് ജോൺ ഈ ആനന്ദു ശശിധർ എഴുതിയ കമന്റിന്റെ ചുവട്ടിൽ കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്യുന്നു. ഡോക്ടർ NGയുടെ വീഡിയോ കാണിച്ചിട്ട് വിശ്വനാഥൻ പറയുന്നുണ്ട്, ഇദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങൾ കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകളും നമ്മുടേതിന് 10-15 ആളുകളുമേ ഉണ്ടാകാറുള്ളൂ എന്ന്. ഇവിടെ ഒരു യുക്തി മനസ്സിൽ വരുന്നു. മരുഭൂമിയും അതിലെ ജീവികളും ഭൂമിയുടെ വൈവിധ്യത്തിന്റെ ഭാഗമാണ്, എണ്ണത്തിൽ കുറവുമാണ്. അവിടെയും ജീവവായു ഉണ്ട്. ഈ ജീവവായു ഉണ്ടാകുന്നതിനും നിലനിൽക്കുന്നതിനും പാഴ്ചെടി മുതൽക്ക് വൻവൃക്ഷം വരെ അതിൻ്റെതായ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നു. നല്ലൊരു വരിയാണത്, അസലായിട്ടുള്ള വരി. എന്നാൽ
ജീവന്റെ നിലനിൽപ്പിനായി മരുഭൂമിക്ക് എന്തെങ്കിലും പങ്കുള്ളതായിട്ട് വിവരണങ്ങളുമില്ല. ഞാനിതിൽ വ്യാഖ്യാനം ഒന്നും നൽകുന്നില്ല. അത്രയും ക്ലിയറാണ്. ഈ ജീവവായു ഉണ്ടാക്കുന്നതിന് പാഴ്ചെടി മുതൽക്ക് എല്ലാ ചെടികൾക്കും അതിൻ്റെതായിട്ടുള്ള റോളുണ്ട്. പക്ഷെ ജീവൻ നിലനിർത്തുന്നതിന് മരുഭൂമിക്ക് പ്രത്യേകിച്ച് റോളുള്ളതായിട്ട് ആരും പറഞ്ഞു കാണുന്നില്ല. പവന്മാർക്ക് വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത്. അതിലെ ജീവജാലങ്ങളെ നിലനിർത്തുന്നത് ഒരു പക്ഷേ ഈ പാഴ്ചെടികൾ ആകാം. അതായത് പാഴ്ചെടികളാണ് ഓക്സിജൻ ഉണ്ടാക്കുന്നതെങ്കിൽ ആ ഓക്സിജൻ ഉപയോഗിച്ച് മരുഭൂമിയിലെ ജീവജാലങ്ങൾ നിലനിൽക്കുന്നുണ്ടാവും. ഇത് നമ്മുടെ യുക്തിവാദമാകുന്ന മരുഭൂമിയിലേക്കും എണ്ണത്തിൽ കുറവുള്ള യുക്തിവാദികളിലേക്കും ആരോപിക്കാമെങ്കിൽ അപ്രകാരം ഒന്ന് ഭാവന ചെയ്ത് നോക്കുക. അയ്യോ, ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അബദ്ധം. യുക്തിവാദത്തിന് ഭാവനയില്ലല്ലോ. യുക്തി മാത്രമല്ലേയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അത് മരുഭൂമിയാകുന്നതും. ഇതിനെ ഞാൻ കൂടുതലായിട്ട് വിവരിക്കുന്നില്ല. ആ ജോൺ എന്ന് പറയുന്ന വ്യക്തി ഈ യൂട്യൂബില് ധാരാളം കാര്യങ്ങൾ ദിവസവും കാണാറുണ്ട്. ചിലപ്പോൾ ഞാൻ പറഞ്ഞതിനെതിരെ അദ്ദേഹം പ്രതികരിക്കാറുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആലപ്പുഴയിൽ നിന്നും അതുപോലെ തന്നെ പെരുമ്പാവൂരിൽ നിന്നുള്ള നമ്മുടെ പ്രവർത്തകര് ഈ ജോൺ എന്ന് പറയുന്ന വ്യക്തിയുടെ കമന്റിന് പ്രത്യേക പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഞാനും കൊടുക്കാറുണ്ട്. കാരണം വസ്തുതാപരമായിട്ടുള്ള ഒരു വിമർശനമാണ്, അനാലിസിസ് ആണ്. അത് വളരെ സന്തോഷം തോന്നാറുണ്ട്. ഞാൻ എല്ലാ യുക്തിവാദികളോടും പറയുന്നു, യുക്തി ഉപയോഗിക്കേണ്ടത് മനുഷ്യ നന്മയ്ക്കാണ്. യുക്തി ഉപയോഗിക്കേണ്ടത് എല്ലാത്തിനെയും അവഹേളിക്കാനും പുച്ഛിക്കാനും അല്ല. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്യും. മൈക്കൽ ജാക്സൺ ലോകം അംഗീകരിച്ച പാട്ടുകാരൻ വരെ ഈ ലോകത്തിൽ നിന്ന് പോയില്ലേ? ഇപ്പൊ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ പോലും എല്ലാ നേരവും അദ്ദേഹത്തിനെ ഓർമ്മിക്കാറുണ്ടോ? അതുകൊണ്ട് ഓർമ്മിക്കുക, നമ്മുടെ പൈതൃകത്തിലെ ആചാരങ്ങളായാലും വിചാരങ്ങളായാലും വിശ്വാസങ്ങളായാലും സങ്കല്പങ്ങളായാലും അതിനകത്ത് നന്മകൾ എടുത്തു കൊടുക്കുക, തിന്മകൾക്കെതിരെ പ്രതികരിക്കുക. ഗോപാലകൃഷ്ണൻ ഉണ്ടാവും നിങ്ങളുടെ കൂട്ടത്തില്. നിങ്ങൾ പറയുന്നതിനേക്കാളും ഭംഗിയായിട്ട് ഞാൻ പറയാറില്ലേ? ധനാകർഷണ ഭൈരവയന്ത്രത്തെക്കുറിച്ചും വലംബരി ശങ്കിനെക്കുറിച്ചും ജ്യോതിഷത്തിന്റെ തട്ടിപ്പുകളെക്കുറിച്ചും ആ ജ്യോതിഷത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞതിനെ പോലും അവഹേളിച്ചുകൊണ്ടാണ് നിങ്ങൾ നിർമുക്തായിൽ എഴുതിയത്. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ പറയുന്നു, നിങ്ങൾക്ക് വളരാൻ ബുദ്ധിമുട്ടാ. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവനെതിരെ വിമർശിക്കലും മാത്രമാണ് രാവിലെ മുതൽക്ക് രാത്രി വരെ ഉദ്യോഗം എന്ന് പറഞ്ഞ് കുറെ എണ്ണങ്ങൾ ജീവിച്ചാല് അവസാനം ഒരു വീട്ടില് വളർത്തുന്ന പട്ടി കുറെ കാലം കുരയ്ക്കും. അത് കഴിഞ്ഞാല് അത് ആ കൂടൊഴിഞ്ഞു പോകുന്നൊരു ദിവസം ഉണ്ടാവും. നിങ്ങൾക്കും അതുപോലെ തന്നെ സംഭവിക്കും. നിങ്ങളുടെ വരികൾ ലോകത്തിൽ ആരും ഓർക്കില്ല. യൂട്യൂബിലൊരു പക്ഷേ ഉണ്ടാവും, ബ്ലോഗിലൊരു പക്ഷേ ഉണ്ടാവും. പക്ഷേ നിലനിർത്തേണ്ടതിനെ നിലനിർത്തും. ഈ പ്രകൃതി നിലനിൽക്കേണ്ട ആവശ്യമില്ലാത്തതിനെ നിലനിർത്തില്ല. വിശ്വനാഥൻ സാറേ, അങ്ങൊരു സത്യം പറയാൻ അങ്ങയുടെ മനസ്സ് ഒരുമ്പെട്ടു എന്നുള്ളൊരു സന്തോഷമുണ്ട്. നിർമുക്തായിലെ കുറെ വ്യക്തികൾ രാവിലെ മുതൽക്ക് രാത്രി വരെ ഗവേഷണം നടത്തിയിട്ട് ഗോപാലകൃഷ്ണന്റെ ഓരോ ചിരിയും ഓരോ വാദവും ഗോപാലകൃഷ്ണന്റെ പേരിനെ പോലും വികൃതമാക്കിയിട്ട് പറയുമ്പോൾ അതെല്ലാം നിങ്ങളുടെ പാപ്പരത്വമാണ്. അതെല്ലാം നിങ്ങളുടെ പാപ്പരത്വമാണ്. എന്റെ പേര് മാറാനൊന്നും പോണില്ല. പക്ഷേ ഗോപാലകൃഷ്ണനെ ആരാധിക്കുന്നവരില്ലെങ്കിലും ഗോപാലകൃഷ്ണൻ പറയുന്നതിനെ ആരാധിക്കുന്നവരുണ്ട്. അതുകൊണ്ടാണ് ആയിരക്കണക്കിന് ആൾക്കാര് ആ വ്യക്തി പറയുന്നത് കേൾക്കാൻ വരുന്നതെന്ന് കൂടി ഓർമ്മിപ്പിക്കട്ടെ. കുറെ വ്യക്തികൾ കുറെ കാലമായി പറയുന്നു ഇതിനൊക്കെ മറുപടി കൊടുക്കണമെന്ന്. അതുകൊണ്ട് തന്നെന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് വികാരത്തോടു കൂടി ഒന്നല്ല. പ്രണാമം, നമസ്കാരം.